രേഖപ്പെടുത്തുന്നത് ദീനിയായ ഇൽമുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിന് അശ്രദ്ധ സംഭവിച്ചുകൂടാ. ദീനിയായ ഇൽമു പഠിപ്പിക്കുന്നതിലും അതിന് പ്രചോദനം നൽകുന്നതിലും മുൻഗാമികൾ ശ്രദ്ധിച്ചതുപോലെ ഉത്സാഹിച്ചതുപോലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുകയും ഉത്സാഹിക്കുകയും ചെയ്യണം. ഓരോ കുടുംബത്തിലും ഏറ്റവും ചുരുങ്ങിയത് ഒരു മികവുള്ള ആലിമ് ഉണ്ടായേ തീരും. ചിലർ ചോദിക്കും, ഉസ്താദേ ഇവിടെ തന്നെ നോക്ക്, നിങ്ങൾ എത്ര മുത്താലിമുകളാ. ഇങ്ങനെ നമ്മുടെ ജില്ലയിലും സ്റ്റേറ്റിലൊക്കെ കോളേജുകളും ദർസുകളും നോക്കുമ്പോൾ ആളുകളൊക്കെ അത്യാവശ്യം മതി എന്ന രീതിയിലല്ലേ തോന്നുന്നത്? അല്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇപ്പോഴും സഹോദരങ്ങളെ, ഓരോ കുടുംബങ്ങളിലേക്ക് വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നാം കടന്നു ചെല്ലുമ്പോഴാണ് വിവരക്കുറവിന്റെ കാര്യം മനസ്സിലാകുന്നത്. നല്ലോണം വിവരമുള്ള ആളുകൾ, ഇൽമുള്ള ആളുകൾ പഴയകാലത്തെ പോലെ ആലിമൊന്നായിട്ടില്ലെങ്കിലും ഫത്ഹുൽ മുഈനും അതുപോലെയുള്ള കിതാബുകളൊക്കെ ഓതി പഠിച്ച് തഴക്കമുള്ള സാധാരണക്കാരുണ്ടെങ്കിൽ വലിയ പേടില്ലായിരുന്നു. അതേ സമയത്ത് ഉണർത്തിക്കൊടുക്കാൻ ശരിയായ ഇൽമില്ലെങ്കിൽ അബദ്ധങ്ങൾ ഒരുപാട് സംഭവിക്കും. ഇപ്പൊ അടുത്തൊരു സ്ഥലത്ത് വലിയ സന്തോഷത്തോടു കൂടെ നടത്തുന്ന ഒരു സദ്യയാണല്ലോ അഖീഖ എന്ന് പറയുന്നത്. 10 സദ്യകൾ സുന്നത്തുണ്ട്. പക്ഷെ പലതും സുന്നത്തായി പുറത്ത് കാണാറില്ല എന്നേ ഉള്ളൂ, അല്ലേ? മാർക്കം നടത്തിയാൽ ഒരു വലീമത്ത് സുന്നത്തില്ലേ? ആരാ കൊടുക്കാറുള്ളത്? കിട്ടുന്ന ഡ്രസ്സും മുട്ടായൊക്കെ വാങ്ങിക്കുന്നല്ലാതെ മാർക്കം ചെയ്ത് വന്നാൽ ഒരു വലീമത്ത് സുന്നത്തുണ്ട്. വലീമത്ത് എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് മാത്രമൊന്നുമല്ല. അൽ വലാഇമു അശ്റുൻ, വലീമത്തുകൾ 10 എണ്ണമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ദൽ ഖിതാൻ, മാർക്കം ചെയ്യുന്ന സമയത്ത്. അതിനു മുമ്പേ ആദ്യം വരുന്ന ഒന്നാണ് അഖീഖ. ആ അഖീഖ അത് നല്ല ഇൽമുള്ള ആളുകളെ സമീപിച്ച് അവര് പറയും പോലെ കേട്ട് കാര്യങ്ങൾ ചെയ്യണം. ഇപ്പൊ അടുത്തുണ്ടായ അനുഭവം എന്താന്ന് വെച്ചാൽ, അർത്ഥം ചോദിച്ചു. നമ്മൾ അവിടെ എത്തിയപ്പോ സാധാരണ ചോദിക്കുമല്ലോ മൃഗത്തെ അർത്ഥം. നല്ലൊരു മൃഗത്തെ കെട്ടിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. വയസ്സും പ്രായമൊക്കെ റെഡിയാണ്, അതിനൊന്നും കുഴപ്പമില്ല. അറവ് നടത്തുന്ന ആളും അറിയുന്ന ആൾ തന്നെയാണ്. പക്ഷെ അതിന് വീട്ടുകാരൻ പറഞ്ഞു, മുടി കളയാനുള്ള ആളെത്തിയിട്ടില്ല, 2 കത്തിയോ ഒപ്പല്ലേ വെക്കണ്ടേന്ന് വെച്ചു. ഇത് നിങ്ങൾ കരുതണ്ട ബാംഗ്ലൂരിലാണ് മലപ്പുറം ജില്ലത്തെ പരിപാടി പറഞ്ഞത്, അല്ലാതെ വേറെ എവിടെയല്ല. നമ്മുടെ മലപ്പുറം ജില്ലത്തെ സ്ഥലത്തായി പറഞ്ഞേ, നമ്മൾ വിഷയമായി പറഞ്ഞ ഉദാഹരണം ഞാൻ പറയണേ. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇപ്പോഴും ജഹാലത്ത് നിലനിൽക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു അടയാളാണത്. അങ്ങനെ ഉണ്ടോ? 1-2 കത്തി ഒപ്പര വെക്കണ്ട്. കുട്ടിയുടെ തലയിലും മൃഗത്തിന്റെ കഴുത്തിലും അല്ലേ? ഈ അറവ് നടത്തിക്കഴിഞ്ഞ് മുടി കളയുന്ന വിഷയം
മുടി കളയുന്ന ആള് വന്ന് അതതിന്റെ സമയത്തും കാര്യങ്ങളിലും നടത്തുന്നതിന് പകരം ആളുകൾ പൊതുവെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു അബദ്ധാണത്. എന്ത്? 2 കത്തിയും ഒപ്പം വെക്കണം. ഇപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങനല്ല ചെയ്യേണ്ടത്. അങ്ങനൊന്നുമല്ലല്ലോ, കിതാബില് നമ്മൾ ഓതി പഠിച്ചോന്നോ 2 കത്തി ഒപ്പം വെക്കണം എന്നല്ലല്ലോ. അപ്പൊ പിന്നെ എവിടുന്നാ ഇത് വന്നതെന്ന് ചോദിക്കുമ്പോ അത് അറവിന്റെ ആള് പറഞ്ഞു കൊടുത്തൊരു സംഗതിയാണ്. അറവിന്റെ ആള് മൊയ്ലിയരും കിതാബ് ഓതി പഠിച്ച ആളൊന്നുമല്ല. ആക്കെ അറക്കാൻ അറിയും, അറവ് നടത്താൻ അറിയും. എങ്ങനെ അറവ് നടത്തേണ്ടത്, എന്തെല്ലാം മുറിയണം, ആ സമയത്ത് ചൊല്ലൽ സുന്നത്തുള്ള ദിക്റുകൾ, അതൊക്കെ അറിയാം. എങ്ങോട്ടാ തിരിച്ചു നടത്തേണ്ടതെന്ന് ആ വിഷയമൊക്കെ അറിയാം. പക്ഷെ അതിന്റെ സുന്നത്ത് ആ രൂപം പോലെ പാലിക്കേണ്ടടുത്ത് ആളുകൾ മനസ്സിലാക്കി വെച്ചത് ഇങ്ങനെയാണ്. അതേ രൂപത്തിൽ തന്നെ നിങ്ങൾ നോക്ക്, അവിടെ മുടി കളയുന്ന സ്ഥലത്ത് ഈ കളയുന്ന മുടി, വടിച്ചെടുക്കുന്ന മുടി, അത് തൂക്കിയിട്ട് അതിന്റെ തൂക്കത്തിന് സ്വർണമോ വെള്ളിയോ സ്വതക്ക ചെയ്യൽ സുന്നത്തുണ്ട്, അല്ലേ? സുന്നത്തുണ്ട്. അപ്പൊ മുടി വടിച്ചു കളഞ്ഞാലും മുടി എന്താ ചെയ്യാ? മുടി അവിടെ ഭദ്രമായി സൂക്ഷിക്കുകയാണ്. എന്തിനാ സൂക്ഷിക്കുന്നത്? ഒന്നിനുമല്ല, സൂക്ഷിക്കുന്നത് ഈ തൂക്കാനാണ്. ഇത് കഴിഞ്ഞാൽ അത് കുഴിച്ചു മൂടണം. അതാണ് അതിന്റെ സുന്നത്ത്. അല്ല പെട്ടിയിലാക്കി തൂക്കി എടുത്തക്കൽ സുന്നത്തൊന്നുമില്ല. തൂക്കണ സമയം വരെ അത് എടുത്തു വെക്കും. തൂക്കം കിട്ടിയാൽ അതിന് ഇത്ര ടൈമൊന്നും വേണ്ട, അത് കുഴിച്ചു മൂടണം. ഈ മുടി കൊണ്ടുപോയിട്ട് സഹോദരങ്ങളെ എന്താ പണി നോക്കുമ്പോ അത് പുഴയിൽ വയ്ക്കാൻ കൊണ്ടുപോവാണ്. അതെന്താ ഏർപ്പാട്? അങ്ങനെ ഉണ്ടോന്ന് ആരംഭം എന്നുള്ള ഒരു സുന്നത്ത് കുഴിച്ചു മൂടലല്ലേ സുന്നത്ത്? നഖം വെട്ടിയാൽ എന്താ ചെയ്യേണ്ടത്? അത് കുഴിച്ചു മൂടണം. പുരുഷന്മാരുടേത് കുഴിച്ചു മൂടൽ സുന്നത്താണ്, സ്ത്രീകളുടേത് കുഴിച്ചു മൂടൽ നിർബന്ധമാണ്. ഒഴിവാക്കി പോകുന്ന മുടിയും വെട്ടിക്കളയുന്ന നഖമൊക്കെ. മുടി ഇങ്ങനെ വാർന്നിട്ട് ഉണ്ടാക്കിയിട്ടൊരു ഭാഗത്ത് ഇങ്ങനെ വർക്കത്തിന് വെക്കരുത്, അത് കുഴിച്ചു മൂടിക്കളയണം. ചില സ്ഥലത്തൊക്കെ ചെന്നാൽ, റൂമിന്റെ ഉള്ളിലൊക്കെ ചെന്നാൽ ഫാൻ അങ്ങോട്ടിട്ടാൽ വർക്കത്തിന് ഓരോ ഭാഗത്തുനിന്ന് ഓരോ ഉണ്ട വരും. അത് വാർന്നു വെച്ച ഉണ്ടകളാണ്. അത് ശരി, വാർന്നു വെക്കുമ്പോൾ ഉണ്ട വന്നാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് എടുത്തു വെക്കലല്ല, അത് കുഴിച്ചു മൂടണം. അത് നിർബന്ധമാണ്. സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് കളയുന്നതൊക്കെ അങ്ങനെയാണ്. നഖം അത് വെട്ടിയിട്ട് പല ഭാഗത്തേക്കും തെറിപ്പിച്ച് കളയാൻ പാടില്ല. അതിലൊരുപാട് സംഗതികളുണ്ട്. അത് പറഞ്ഞിടത്ത് തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു. നഖത്തിലൂടെ സിഹിർ ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് ശൈത്താന്മാരുടെ കൂട്ടത്തിൽ. സിഹിറിന് വേണ്ടി ഉപയോഗിക്കുന്ന അവശിഷ്ടങ്ങളിൽ ഒന്നാണ് നഖം. നീ ഒറ്റ കുട്ടി നഖം അവിടെ ഇവിടെയും കളിയില്ല. കാരണം സിഹിർ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ പീടിയല്ലേ. അല്ലോ, ഈ സിഹിർ വരുന്ന പറയുമ്പോൾ പിന്നെ പേടിയായി പോയി. അതിന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് പഴയ കാലത്ത് ഒഴിവാക്കപ്പെടുന്ന നഖങ്ങൾ. അതുകൊണ്ട് നഖങ്ങൾ അങ്ങനെ വെട്ടി മുറിച്ച് ഒഴിവാക്കേണ്ടതല്ല, അത് കുഴിച്ചു മൂടണം. മറ്റൊരു സംഗതി, ഈ സുന്നത്തായ അമല് ചെയ്തു എന്നതിന് കുഴിച്ചു മൂടിയ സ്ഥലം നാളെ പാരത്രിക ലോകത്ത് നമുക്ക് സാക്ഷി നിൽക്കും. യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ. അന്ന് ജനങ്ങളൊക്കെ പുറത്തേക്ക് വന്ന് കൂട്ടം കൂട്ടമായി മഹ്ശറിൽ നിൽക്കുമ്പോൾ ഭൂമി അതിന്റെ വാർത്തകൾ വായിക്കുന്ന ഒരു ദിനം. എന്താണ് ആ ഭൂമി വായിക്കുന്നത്? ഭൂമിയുടെ ഉപരിഭാഗത്ത് ചെയ്ത നന്മയും വായിക്കും, തിന്മയും വായിക്കും. ആ ഭൂമി സാക്ഷിയാകുന്ന ഒരു സംഗതിയാണ്. ഇയാൾ ഈ സുന്നത്തായ അമല് നിർവഹിച്ചിട്ടുണ്ട്, കുഴിച്ചു മൂടിയ സ്ഥലം അത് സാക്ഷി നിൽക്കും. അതുകൊണ്ട് ഓരോ 10 ദിവസവും കൂടുമ്പോ നഖം മുറിച്ചു കളയണം. മുറിച്ചു കളയുന്നവർ തന്നെ ഒരൊറ്റ നഖവും ബർക്കത്തിന് ബാക്കി വെക്കരുത്, മുറിക്കാതെ. അങ്ങനെ വെക്കരുത്. എല്ലാ നഖവും മുറിക്കണം. ഏതെങ്കിലും ഒരു നഖം മുറിക്കാതെ
ബാക്കി വെക്കാൻ പാടില്ല. നഖം മുറിക്കാതെ ബാക്കി വെക്കുന്നത് റഹ്മത്തിന്റെ മലക്കുകൾ അകന്നു പോകാനുള്ള വലിയൊരു കാരണമാണ്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി ഉറക്ക സ്വലാത്തല്ലണം. ഈ ചില വെള്ളിയാഴ്ച പള്ളിയിൽ കുത്തുപോകും പോലെ ആകരുത്. സ്വലാത്ത് ഉറക്ക ചൊല്ലണം. ചില പള്ളിയിൽ കുത്തുപോതാന് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഒക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ടാകും. ബിരുദം കൊടുക്കാൻ പറ്റും, നൗമി ബിരുദം എല്ലാവർക്കും. ബിരുദത്തിന് പുതിയ പേരായിക്കോട്ടെ, ഇല്ലെങ്കിൽ ആരെങ്കിലും സ്വീകരിച്ചോളെ. എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. വെള്ളിയാഴ്ച ജുമാക്കറിനൊക്കെ നൗമി പുതിയ ബിരുദം. ഒക്കെ ഉറങ്ങാനാ പള്ളിയിലേക്ക് വരുന്നത്. സ്വലാത്ത് ഉറക്ക ചെല്ലണ്ടേ? അങ്ങനല്ലേ മഹാന്മാര് പഠിപ്പിച്ചത്? സ്വലാത്ത് കൊണ്ട് ശബ്ദം ഉയർത്തണം അല്ലേ? എന്നിട്ട് എവിടെ ഉയർത്തൽ? നിങ്ങളെ പള്ളി ഉയർത്തലുണ്ടോ? എന്തിനാണ് പിന്നെ കൂടുന്നത്? കാരണവന്മാരായിട്ട് ചില ആൾക്കാരാണ് അങ്ങനെ ഇരിക്കുന്നത്. ഞാൻ ചിലപ്പോഴൊക്കെ പറയാം അവർക്ക് മരിച്ചൂടെ. ഉറക്ക സ്വലാത്തല്ലണം. എന്താ തൊള്ളയിലെന്താ പിണ്ണാക്കുണ്ടോ? അത് ചെല്ലാതെ അമീറുൽ മൂമിനീൻ എന്ന് കേൾക്കുമ്പോ കാണാം റളിയല്ലാഹുവിനോട് ഉറക്ക ചൊല്ലണാണ്. നിങ്ങൾ ആ റളിയല്ലാഹുവിന് ഭയങ്കര സൗണ്ടില് സ്വലാത്താണെങ്കിൽ പതുക്കെയും. അതൊരു മര്യാദക്കേടല്ലേ? സൂഉല്ലദബല്ലേ സഹോദരങ്ങളെ? ശബ്ദം ഉയർത്തേണ്ടത് ഏതുകൊണ്ടാ? സ്വലാത്ത് കൊണ്ടാണ്. നിങ്ങളിങ്ങനെ ഉറങ്ങിയിരിക്കരുത്. അങ്ങനെ ഉറങ്ങിയിരുന്ന അപ്പൊ തന്നെ ഞാൻ അവസാനിപ്പിക്കും. ഹസൻ ഉസ്താദ് വിളിച്ചുകൊണ്ട് വന്നാണ്. എനിക്ക് പിന്നെ അങ്ങനെ നിർബന്ധമായി വന്നാണ്. എല്ലാ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ട് സ്വലാത്ത് ഉറക്ക ചൊല്ലണം. അത് രണ്ടാളിരിക്കുകയാണെങ്കിൽ ആ രണ്ടാള്. 150, 200, 300 ആൾ വേണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ഒരു നിർബന്ധമില്ല. ഇരിക്കുന്നവർ കേൾക്കുന്നവർ സ്വലാത്ത് ഉറക്ക ചൊല്ലിക്കൊള്ളണം. ബഖീലാകാൻ പാടില്ല. ആരാ ബഖീല്? അൽ ബഖീലു മൻ ദുക്കിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ. എന്നെ കേട്ടിട്ട്, എന്റെ ഇസ്മ കേട്ടിട്ട് സ്വലാത്ത് ചെല്ലാത്തവനാണ് ബഖീൽ. വെള്ളിയാഴ്ച ഇസ്മല്ല ലമീറിനടക്കം സ്വലാത്തല്ലണം എന്നല്ലേ പറഞ്ഞത്? ഇസ്മിനെ അല്ലേ വലിയ ഭാഗ്യമായി പോയി, പിന്നെ ലമീറിന്. അലൈഹി, സ്വല്ലല്ലാഹു അലൈഹി എന്ന് കേൾക്കുമ്പോ അതിന് ചൊല്ലണം. എന്ത്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅലാ ആലിഹി അവിടെയും ചൊല്ലണം. എന്ത്? ഖത്തീബ് ചൊല്ലിത്തന്നെങ്കിലേ ചൊല്ലു, കേൾക്കണോടെ പറഞ്ഞേ. വസ്വഹ്ബിഹി അവിടെയും ചൊല്ലണം സ്വലാത്ത്. പക്ഷെ അതൊന്നും ഇല്ലെങ്കിലും സഹോദരങ്ങളെ ആ ഇസ്മിനെങ്കിലും ഒന്ന് ചൊല്ലണ്ടേ? എല്ലാവരും വെള്ളിയാഴ്ച ഉറക്ക സ്വലാത്തല്ലണം. നിങ്ങൾ ഒരാൾ ഉറക്ക ചൊല്ലിയിട്ട് ആ ഉറക്ക കേട്ടിട്ട് വേറെ ആരെങ്കിലും ചൊല്ലിയാൽ അന്നത്തെ ദിവസം നിങ്ങൾ വിജയിച്ചു. നിങ്ങളൊരു ഉറക്ക സ്വലാത്ത് കേട്ടിട്ട് അപ്പുറത്തൊരു 5 ആള് ചൊല്ലി, അവരൊക്കെ ഒന്ന് ഉണർന്നു, ഉറക്ക സ്വലാത്തല്ലുന്നവരായി. നിങ്ങൾ ആ സ്വലാത്തിനെ അവിടെ സജീവമാക്കിയതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേക ആദരവ് തരും. സ്വലാത്ത് ഉറക്ക ചൊല്ലണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വലാത്ത് ഉറക്ക ചൊല്ലണം, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച. അതങ്ങനെ തന്നെ കൽപ്പിക്കപ്പെട്ടതാണ്. ഓരോ പ്രദേശത്തുള്ള കാരണവന്മാരും മുന്നിലെ സൊഫിൽ ഇരിക്കുന്ന ആളുകൾ അവർ ഉറക്ക സ്വലാത്തല്ലണം. ഉറങ്ങരുത്. ഖുതുബ കേൾക്കുന്നത് വലിയൊരു ഇബാദത്താണ്. ഖുതുബ കേട്ടാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കൂലേ? അതിനല്ലേ ഇമാം റാസി റളിയല്ലാഹു അൻഹു തെളിവ് പറഞ്ഞത്, വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. ഈ മആശറൽ മുസ്ലിമീനെ വിളിക്കുന്ന ഒരാളില്ലേ, അവർ ഈ ആയത്ത് ഓതുന്നത് ആ ആയത്ത് ഖുതുബയുടെ വിഷയത്തിൽ വന്ന ആയത്തായിട്ടാണ്. അങ്ങനെയാണ് പണ്ഡിതന്മാർ അതിന് തഫ്സീർ എഴുതിയത്. അതിൽ പെട്ടൊരു മഹാനാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു. വൈദാ ഖുരിഅൽ ഖുർആനു എന്നതിന് മഹാൻ അവർകൾ തഫ്സീർ എഴുതി, അയിൽ ഖുതുബത്തു. ഖുതുബക്ക് ഖുർആൻ എന്ന് പേര് വെക്കാനുള്ള കാരണം ഖുർആനിക ആയത്തുകളും ഉപദേശങ്ങളും ഉൾപ്പെട്ടതാണ് ഖുതുബ. അപ്പൊ ഖുതുബ നടത്തപ്പെടുമ്പോ ഫസ്തമിഉ ലഹു വഅൻസിതു, സാഗൂതം അത് ശ്രവിക്കണം, ശ്രദ്ധിക്കണം. കേട്ടാൽ മാത്രം പോരാ,
അങ്ങനെയാണെങ്കിൽ പിന്നെ അങ്ങനെ പറയണ്ടേയില്ല. ഫസ്തമിഉ ലഹു വഅൻസിതു. കേട്ടാൽ മാത്രം പോരാ, നല്ല ശ്രദ്ധയോടുകൂടെ കേൾക്കണം. അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് സംസാരിച്ചാലും സംഗതി കേൾക്കും, കേൾവി ഉണ്ടായാൽ മതി, അത് പോരാ. മൗനം പാലിച്ചുകൊണ്ട് തന്നെ കേൾക്കണം. ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ റഹ്മത്ത് ചെയ്യപ്പെടുന്നവരാകാൻ വേണ്ടി, അള്ളാഹുവിന്റെ റഹ്മത്ത് നൽകപ്പെടുന്നവരാകാൻ വേണ്ടി. ഇപ്പൊ സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തേനടുക്ക് പറഞ്ഞ് സ്വലാത്ത് പറഞ്ഞപ്പോ ഒരു വിഷയം പറഞ്ഞാണ്. അതിന് മുമ്പ് എന്തേ പറഞ്ഞു? മറന്നുപോയോ? നഖം മുറിക്കാം. കുറച്ചു കാലം ജിബ്രീൽ അലൈഹിസ്സലാം വരാത്ത ഒരു സമയം ഉണ്ടായിരുന്നു. 40 ദിവസം 40 ദിവസം ജിബ്രീൽ അലൈഹിസ്സലാമിൻ വരാത്തെ. ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാൻ തങ്ങൾക്ക് വല്ലാതെ ആഗ്രഹം ഉണ്ടായ ഒരു സമയം. അപ്പൊ മക്കയിലെ ചില ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട്, അല്ല എന്താപ്പങ്ങളെ ശൈത്താനെ കാണാത്തത്? മക്കയിലെ മുശ്രിക്കുകൾ അങ്ങനെ വിളിച്ചിരുന്നു. കാരണം അവരുടെ രഹസ്യങ്ങളും അവരുടെ വിഷയങ്ങളൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ജിബ്രീലിനോട് അവർക്ക് ഭയങ്കര താല്പര്യമാണ്. അതുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനോടുള്ള ദേഷ്യം കൊണ്ട് അവർ ചോദിക്കുകയാണ്, എന്താ ഇപ്പൊ ശൈത്താനെ കാണാത്തത്? നിങ്ങളെ ഒഴിവാക്കിയോ? റബ്ബ് നിങ്ങളെ ഒഴിവാക്കിയോ? നിങ്ങളെ റബ്ബിന് വേണ്ടേ? അപ്പോഴാണ് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാധാനിപ്പിച്ചുകൊണ്ട് ആയത്തിറക്കിയത്, വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. വല്ലുഹാ, ലുഹാ സമയത്ത് നല്ലവണ്ണം പ്രകാശിക്കുന്ന സൂര്യപ്രകാശം പോലെ വർണ്ണിച്ചാൽ വർണ്ണിച്ച് തീർക്കാൻ കഴിയാത്ത പൂമുഖം തന്നെയാണ് സത്യം. അങ്ങനെ ഒരു തഫ്സീറുണ്ട്, അതനുസരിച്ചാണ് അങ്ങനെ അർത്ഥം വെച്ചത്. വേറെയും തഫ്സീറുണ്ട്. വല്ലൈലി ഇദാ സജാ, രാത്രി ഇരുൾ മുറ്റിയാൽ എന്തൊരു സൗന്ദര്യമുണ്ട്. അതുപോലെ സൗന്ദര്യമുള്ള കേശമുള്ള നബിയെ, അങ്ങയുടെ മുഖത്താണ് ഏറ്റവും സൗന്ദര്യമുള്ള കേശമുള്ളത്. ആ തിരുകേശം തന്നെയാണ് സത്യം. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, അങ്ങയുടെ റബ്ബ് തങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല, അങ്ങയോട് ഒരു നിലക്കും ഒരു വിരോധവും വെച്ചിട്ടില്ല. ജിബ്രീൽ അലൈഹിസ്സലാം വന്നപ്പോ പറഞ്ഞു, ജിബ്രീലേ, നിങ്ങളെ കാണാൻ എനിക്ക് വല്ലാതെ ആഗ്രഹമായി പോയി, എന്തേ നിങ്ങൾ വരാതിരുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ 3 കാരണങ്ങൾ പറഞ്ഞു എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. അതിൽ ഒരു കാരണം, ഞാൻ വരാത്ത സന്ദർഭങ്ങളിൽ മുഴുവനും തങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ചില ആളുകൾ. അവർ ചില നഖങ്ങൾ വെട്ടിയിട്ടുണ്ടായിരുന്നില്ല. നഖങ്ങൾ വെട്ടാത്ത ചില ആളുകൾ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അത് എനിക്ക് വരാനുള്ളതിനൊരു തടസ്സമായി മാറി. ഒരു നഖവും വെട്ടാതെ ഉപേക്ഷിക്കരുത്. തള്ളവിരലിന്റെ നഖമാണെങ്കിലും ചെറിയ വിരലിന്റെ നഖമാണെങ്കിലും മുഴുവനും വെട്ടണം. വെട്ടാൻ പറഞ്ഞ സമയങ്ങളിൽ ആ രൂപങ്ങളിൽ അഭാവങ്ങളിൽ തന്നെ വെട്ടണം. വെട്ടിയതിനു ശേഷം അതൊരു ചെറിയ കുഴി കുഴിച്ചതിൽ കുഴിച്ചു മൂടണം. ആ സമയത്തുള്ള സുന്നത്തുകളൊക്കെ പാലിക്കണം. നഖം വെട്ടാതെ ഒരു നഖവും ഉപേക്ഷിക്കരുത്. പണ്ഡിതന്മാര് പഠിപ്പിച്ചില്ലേ, വെട്ടാത്ത ഒരു നഖം ഏതെങ്കിലും ഒരാളെ ശരീരത്തിൽ പറ്റിയിട്ട് പരിക്ക് പറ്റിയാൽ, മുറിവ് പറ്റിയാൽ, മുറിവ് മാറുന്നത് വരെയുള്ള ചികിത്സക്കുള്ള കാശ് നഖം വളർത്തിയവൻ കൊടുക്കണം. അങ്ങനെ വേണ്ട. വലിയ നഖം കൊണ്ട് നടന്നിട്ട് ആളുകളെ ശരീരത്തിൽ കോറിപ്പോയാല് ഇത് വിഷല്ലേ? അത് വിഷാംശത്തിൽ ഏതെങ്കിലും ചെറിയൊരു അംശം മാറാൻ ടൈം എടുത്താൽ, അത് ഷുഗറൊക്കെ ഉള്ള ആളാണ് കുറച്ചുകൂടി ടൈം എടുക്കും. അപ്പൊ അത്രയും അയാൾ നഖം വർത്താൻ നഖം ആ ടൈം ആകുമ്പോഴേക്ക് വെട്ടണം. നഖം വെട്ടാത്ത ആളുകൾ കൂടെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാ വരാതിരുന്നത് എന്ന് 3 കാരണങ്ങളിൽ ഒരു കാരണമായി പറഞ്ഞപ്പോ സത്യത്തിൽ അത് വളരെ മോശപ്പെട്ട സംഗതിയാണ്. നഖം അതിന്റെ സമയമാകുമ്പോഴേക്ക് വെട്ടണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സുന്നത്താണ്. വെട്ടിയാൽ അത് അങ്ങനെ പുറത്തേക്ക് അങ്ങനെ വലിച്ചു കളയരുത്, കുഴിച്ചു മൂടണം. വെട്ടിയ ഉടനെ തന്നെ കൈകൾ കഴുകണം, വൃത്തിയാക്കണം.
വെള്ളിയാഴ്ച ഭംഗിയാകുന്ന കൂട്ടത്തിൽ പ്രത്യേകം ഉണർത്തിയത് കൂടിയാണത്. വെള്ളിയാഴ്ചയാണ് അതിന് സമയമായതെങ്കിൽ വെള്ളിയാഴ്ച ചെയ്യണം, അല്ലെങ്കിൽ വ്യാഴാഴ്ചയാക്കണം, അല്ലെങ്കിൽ തിങ്കളാഴ്ചയാകണം. ഈ സമയങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തെരഞ്ഞെടുത്ത് നഖം വെട്ടണം. നിശ്ചയിച്ച സമയങ്ങളിൽ സഹോദരങ്ങളെ, കൈയിന്റെയും കാലിന്റെയും നഖങ്ങൾ അങ്ങനെ വെട്ടണം. ഏതെങ്കിലും ആളുകൾ വെട്ടാത്ത ഒരു നഖവുമായിട്ട് ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന കണ്ടപ്പോൾ അത് പകർത്തരുത് എന്നർത്ഥം. നമ്മൾ അത് പകർത്തേണ്ടവരല്ല. നമ്മൾ പകർത്തേണ്ടത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അവിടുത്തെ ഇൽമ്. പഠിപ്പിച്ചു തന്നു, എല്ലാം പഠിപ്പിച്ചു തന്നു. മറ്റുള്ളവർക്കത് പെട്ടെന്ന് ബോധ്യമായി കൊള്ളണമെന്നില്ല, അവർക്ക് പിന്നീടേ മനസ്സിലാകൂ. നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് ആ വിവരങ്ങളൊക്കെ അല്ലാഹു നൽകിയിട്ടുണ്ടാകും. കണ്ടില്ലേ? ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണ്. ഖൈബറിലേക്ക് ഇങ്ങനെ ആളുകൾ പോകുമ്പോ ധീരനായ ഒരു മനുഷ്യൻ, നല്ല വെട്ടി പടപെടുത്തിയിട്ട് വിജയം സമ്മാനിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പേരിൽ ശാരീരിക വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞിട്ടിരിക്കട്ടെ, മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതാ ഈ പോകുന്ന ആള് നരകക്കാരിൽപ്പെട്ട ആളാണ്, നരകക്കാരിൽപ്പെട്ട ആളാണ് എന്ന് പറയുന്നത്. അപ്പുറത്തൊരു സഹാബി അപ്പോൾ ആ സഹാബി ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എങ്ങനെ? നല്ല പടവെട്ടി ജീവിക്കുന്ന ആള്, ഇസ്ലാമിന് ഒരുപാട് വിജയം സമ്മാനിക്കുന്ന ആളല്ലേ, ധീരനായ സഹോദരനല്ലേ അത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു എനിക്ക് നൽകിയ ഇൽമനുസരിച്ചാണ് ഞാനത് പറഞ്ഞത്. നിങ്ങൾക്കത് പിന്നീട് ബോധ്യമായി കൊള്ളും, ഇപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകില്ല. അല്ലാഹു എനിക്ക് അദ്ദേഹത്തെ സംബന്ധിച്ച് നൽകിയ വിവരമാണത്. അദ്ദേഹം പടക്കളത്തിലേക്ക് ചെന്നു, നല്ലോണം പോരാടി. അതെ, അദ്ദേഹത്തിന് നല്ലൊരു വെട്ടുകൊണ്ടപ്പോൾ ഒരു ഭാഗത്ത് അദ്ദേഹം മറിഞ്ഞു വീണു. അപ്പോൾ നേരത്തെ മനസ്സിൽ ആശങ്ക വന്ന ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ മുന്നിൽ വന്നിട്ട് പറയാണ്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ അദ്ദേഹത്തെ പറ്റി നരകക്കാരിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞില്ലേ? അദ്ദേഹം അതാ നല്ലോണം പടപൊരുതിയിട്ട് ഒരു ഭാഗത്തവിടെ വെട്ടേറ്റ് കിടക്കുന്നു, വെട്ടേറ്റ് മരണപ്പെട്ടു എന്നാണ് തോന്നുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, മരിച്ചിട്ടില്ല, നിങ്ങൾ പോയി ശരിക്ക് ശ്രദ്ധിക്കണം, അദ്ദേഹം മരിച്ചിട്ടില്ല, വെട്ടുകൊണ്ടൊരു ഭാഗത്ത് കിടക്കുകയാണ്. ആ സ്വഹാബിയെ പറഞ്ഞയച്ചപ്പോൾ വെട്ടേറ്റു എന്ന കാരണം കൊണ്ട് ഇത്രയും കാലം നല്ലോണം പടപൊരുതിയിട്ട് എനിക്കൊരു വെട്ടും കൊണ്ടില്ലായിരുന്നല്ലോ, ഇപ്പൊ ഒരു വെട്ടേറ്റല്ലോ എന്ന നിലക്ക് ആ മനുഷ്യൻ അതാ തന്റെ വാള് അതിന്റെ മൂർച്ചയുള്ള ഭാഗം മലർക്കെ വെച്ച് ആ വാളിന്റെ മേലെ ശരീരം അങ്ങ് അമർത്തി വെച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്തു. ഈ രംഗം നോക്കിക്കണ്ട് നിൽക്കുന്ന സ്വഹാബി ഉറക്കെ വിളിച്ചു പറഞ്ഞു, അഷ്ഹദു അന്നക റസൂലുള്ളാഹ്. ഉറപ്പിച്ച് ഞാൻ പറയുന്നു, നബിയെ, അവിടുന്ന് അല്ലാഹുവിന്റെ റസൂല് തന്നെയാണ് എന്ന്. നേരത്തെ വരുമ്പോൾ തങ്ങൾ പറഞ്ഞല്ലോ ഇദ്ദേഹം നരകക്കാരിൽപ്പെട്ട ആളാണ് എന്ന്. എനിക്കത് ഇപ്പോൾ ബോധ്യമായി. അവസാന നിമിഷം ഷഹീദായി മരണപ്പെടുന്നതിന് പകരം ഈ മനുഷ്യൻ ആത്മഹത്യയല്ലേ ചെയ്തത്? ജനങ്ങളെ മുന്നിലേക്ക് വരുമ്പോൾ ഞാനിനി എന്ത് പറയും എന്ന ഒരു വല്ലായ്മ മനുഷ്യന് പിടികൂടി. ഒന്നും ആകാനില്ല, അതൊരു അടയാളമല്ലേ? വിശുദ്ധ ദീനിന് വേണ്ടി പോരാടിയതിൽ അള്ളാഹു നൽകിയൊരു അസറല്ലേ, അടയാളമല്ലേ അത്? അങ്ങനെ എത്ര മഹാന്മാർക്ക് പറ്റിയിരുന്നു. ഖത്താദ റളിയല്ലാഹുവിന്റെ കണ്ണ് പറഞ്ഞു പോന്നില്ലേ? ഖത്താദ റളിയല്ലാഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ വന്നപ്പോ കണ്ണിങ്ങനെ പുറത്തേക്ക് അതാ ഉന്തി നിൽക്കുന്നു. മുകൾ ഭാഗത്ത് കുടി മാത്രമേ ഉള്ളൂ, കണ്ണിങ്ങനെ താന്നു നിൽക്കുകയാണ്. വല്ല വിഷമമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇല്ല നബിയെ, വിഷമമൊന്നുമില്ല, പക്ഷേ ജനങ്ങളെ സംസാരമാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. എനിക്കിങ്ങനെ പരിക്ക് പറ്റിയതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അള്ളാഹു എനിക്ക് നിശ്ചയിച്ചൊരു ഖളാ അല്ലേ, അള്ളാഹു എനിക്ക് ഈ വിഷയത്തിൽ തരുന്നൊരു സവാബില്ലേ? എന്റെ കണ്ണ് വിശുദ്ധ ദീനിന് വേണ്ടി പറിച്ചെടുക്കാനുള്ളൊരവസ്ഥയുണ്ടായില്ലേ?
പക്ഷേ കാണുന്ന ആളുകളൊക്കെ ഉസീബ ഖത്താദ, ഉസീബ ഖത്താദ, ഉസീബ ഖത്താദ, ഖത്താദക്ക് പരിക്കുറ്റി ഇതിങ്ങനെ പറയാം. ഈ പറച്ചിലാണ് കേട്ടുകൂടാത്തത്. അങ്ങനെയാണല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആ കണ്ണിങ്ങനെ പൊക്കിയിട്ട് പതുക്കെ അവിടെ അങ്ങോട്ട് വെച്ചു കൊടുത്തു. ഒറ്റടിക്ക് അത് റെഡിയായി. അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈകൊണ്ട് തങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് അമർത്തി താഴോട്ട് വെച്ചു കൊടുത്തു. ഒരു പരിക്കുമില്ലാത്ത വിഷയമില്ലാത്ത രൂപത്തിൽ കണ്ണവിടെ ഉറച്ചു വന്നു. അപ്പൊ സമാധാനം. ഖത്താദ് റളിയല്ലാഹു അൻഹു അങ്ങനെ കണ്ണ് പോയല്ലോ, ഞാനിങ്ങനെ വന്നിട്ടല്ലേ ഇങ്ങനെ പോയിട്ടല്ലേ ഒന്നൊന്നും പറഞ്ഞില്ല. ആ ഒരു വല്ലായ്മ ആ മനുഷ്യനെ പിടികൂടിയപ്പോൾ അയാൾ ആത്മഹത്യ ചെയ്തു. ഇത് മുൻകൂട്ടി കണ്ടിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് ഹാദാ മിൻ അഹ്ലിന്നാർ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അല്ലാഹു നൽകിയ ഇൽമിന്റെ ഭാഗമായിരുന്നു അത്. വഅല്ലമക മാ ലം തകും തഅലം വകാന ഫളലുല്ലാഹി അലൈക അളീമാ. ഏത് വിഷയത്തിലും അല്ലാഹു തങ്ങൾക്ക് നൽകിയിരിക്കുന്ന മഹത്വം അളീമാ, അത് വിവരണാതീതമാണ്. ഇൽമില് മാത്രമല്ല, എല്ലാ വിഷയത്തിലും അങ്ങേക്ക് അല്ലാഹു നൽകിയ മഹത്വം അത് വിവരിച്ച് വർണ്ണിച്ചു തീർക്കാൻ ആർക്കും കഴിയില്ല. വകാന ഫളലുല്ലാഹി അലൈക അളീമാ. ആർക്കാണത് വരച്ചു തീർക്കാൻ കഴിയുന്നത്?